പാട്രിയോട്ട് നാളെ കിടക്കുമോ? കാരണം ഇന്ന് ഒഫീഷ്യലായിട്ട് ഇതിന്റെ സെക്കൻഡ് ലുക്ക് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥത്തിൽ ഒരു ടൈറ്റിൽ റിവീൽ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ പ്രതീക്ഷ എനിക്ക് തോന്നിയില്ല. നല്ലൊരു വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. അന്നേ ഞാൻ ഇട്ടായിരുന്നു, എനിക്ക് കുഴപ്പമില്ല, അതിഗംഭീരമല്ല, മോശമല്ല. പിന്നെ അതിനുശേഷം ശ്രീലങ്കയുടെ ഷൂട്ടിംഗ് എടുത്തൊരു BTS വീഡിയോ, ചെറിയ വീഡിയോസ് ഫിലിംസ്, അതൊക്കെ കൊള്ളാം. പിന്നെ എടുത്തു പറയത്തൊക്കെ ഇതുവരെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ സെക്കൻഡ് ലുക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നാളെ അങ്ങനെ ഒരെണ്ണം വന്നാൽ പാട്രിയോട്ടിന്റെ ഇനീഷ്യൽ കളക്ഷനൊക്കെ കിടക്കും എന്നുള്ള സംശയം വേണ്ട. കാരണം വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കും എന്ന് പറയുമ്പോൾ തന്നെ അതിന് മലയാളികൾ എന്തായാലും ഉറപ്പായിട്ട് ഇവർ രണ്ടുപേരും തിയേറ്ററിൽ കാണാൻ, ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ കാണാൻ തന്നെ വരും എന്നുള്ളത് സംശയം വേണ്ട. പക്ഷെ അതിനെ ഒന്ന് ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു നല്ല കിട്ടുക്കൻ ടീസറോ ഒരു നല്ല ഗംഭീര ഒരു ട്രെയിലറോ ഒക്കെ വന്നാൽ ഇതിന്റെ ഇനീഷ്യൽ കളക്ഷനൊക്കെ ഗംഭീരമായിരിക്കും എന്നുള്ള സംശയമില്ല. കാരണം മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, നയൻതാര, സുഷീൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മഹേഷ് നാരായൺ ഡയറക്ടർ, അങ്ങനെ ഒരു വലിയ സംഭവമാണ് യഥാർത്ഥത്തിൽ വരുന്നത്. വലിയ ബഡ്ജറ്റ് ചിത്രമാണ് വരുന്നത്. ഈ 2026 മലയാള സിനിമയിൽ ഭയങ്കര ചിത്രങ്ങൾ വരുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാക്കാർ ഉൾപ്പെടെയുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പാട്രിയോട്ട്. ഇപ്പൊ പ്രത്യേകിച്ചും നമ്മുടെ തമിഴ്നാട്ടിൽ കമലഹാസന്റെ രജനീകാന്തിന്റെയും പടം വന്നപ്പോഴത്തേന് അതിന്റെ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴത്തേന് അത് വൈറലായി. അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഇതിനകത്ത് നാളെ വരുവാണെങ്കിൽ അത് ഒരു ഇനീഷ്യൽ പുള്ളിനെയും ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറാൻ ചാൻസ് ഉണ്ട്. പിന്നീട് പടത്തിന്റെ മെറിറ്റ് അടിസ്ഥാനമായിരിക്കും. പടം ഗംഭീരമാണെങ്കിൽ പിന്നീട് കയറിപ്പോകും, മോശമാണെങ്കിൽ ഓടത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇനീഷ്യൽ കളക്ഷൻ നാളത്തെ വീഡിയോയും ഇനി അങ്ങോട്ട് പോകുന്ന ഇതിന്റെ പരസ്യങ്ങൾ പോലിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുക.